ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരാളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. നമ്മുടെ ടോർക്കിന്റെ എല്ലാമായിട്ടുള്ള വലിയേട്ടൻ ബിഗ് ബി. നമ്മുടെ പഴയ വീഡിയോസിന്റെ ഒക്കെ എഡിറ്റർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആള് ഇപ്പോ സ്റ്റിൽ ടോർക്കിലുണ്ടെങ്കിലും വേറൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളെ നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ ടോർക്ക് കണ്ടവർക്കൊക്കെ അറിയാം, നമ്മുടെ പഴയ കുറേ വീഡിയോസ് ഉണ്ട്. പഴയ എക്സ്പൾസിൻ്റെ വീഡിയോ, പഴയ കുറേ വീഡിയോസിന് ഇപ്പോൾ അടുത്തടക്കം എൻ്റെ അടുത്ത് കുറേ പേര് നല്ല അഭിപ്രായം പറഞ്ഞു. അതുപോലുള്ള വീഡിയോസ് ഇനി ചെയ്യേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ചേട്ടൻ, ഞങ്ങളുടെ വലിയേട്ടനാണ്. ആളാണ് ഞങ്ങൾക്ക് എഡിറ്റിങ് അതുപോലെ എല്ലാ കാര്യങ്ങളും ആൾ അടിപൊളിയായിട്ട് ചെയ്യും. ബേസിക്കലി ഒരു എഡിറ്റർ തന്നെയാണ്. ഇപ്പോൾ വേറൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. പക്ഷെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ വലിയേട്ടൻ, ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത്, വലിയേട്ടൻ എന്ന് പറയുന്നത് കുറേ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ആൾ ശ്രദ്ധിക്കുക ഓരോ മോട്ടോർ സൈക്കിളിൻ്റെ ഡിസൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കാരണം ആളുടെ ഫീൽഡ് അങ്ങനെയുള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ചില ഡിസൈൻ കാര്യങ്ങൾ. പിന്നെ ആളും ഇതുപോലെ സ്കെച്ചിങ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ പഴയ ഒരു എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതാണ് നമ്മുടെ ന്യൂസ് ഓഫ് വീൽസ്. എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം, നമ്മൾ ഓരോ ന്യൂസ് തന്നെ വെച്ച് തുടങ്ങാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്, ഇന്നത്തെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്, റോയൽ എൻഫീൽഡിൻ്റെ 750cc ആയിട്ടുള്ള പുതിയൊരു മോട്ടോർ സൈക്കിൾ വരുന്നു. കുറേ നാളായിട്ട് വലിയേട്ടൻ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ, ഇങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നു എന്നുള്ളൊരു ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. എന്തായാലും ഫൈനലി അതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്പൈ ഷോട്ട് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, സ്പൈ ഷോട്ട് കണ്ടപ്പോൾ വലിയേട്ടൻ മനസ്സിലായിട്ടുണ്ടാവും, അത് നമ്മുടെ GT 650 പോലെയുള്ള ഓൾമോസ്റ്റ് ആ ഒരു എർഗോ നമുക്ക് പറയണമെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു മോഡൽ വരുന്ന ഒരു പുതിയ മോഡൽ വണ്ടി. അതേ മോഡൽ ട്രയംഫ് 400 എന്തോ ട്രയംഫും അതുപോലെ തന്നെ ഒരു ഡിസൈൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരു റെട്രോ ക്ലാസിക് ക്ലാസിക്കലാണ്. ഓൾറെഡി റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ റെട്രോ ക്ലാസിക് ആണല്ലോ. ആ ഒരു ക്ലാസിക്കിൽ തന്നെ പുതിയൊരു എഞ്ചിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നമുക്ക് എടുത്ത് പറയാനുള്ളത് ആ ഒരു പുതിയ എഞ്ചിൻ തന്നെയാണ്. അപ്പൊ അത് 750 ആയിട്ടുള്ള ഒരു CC തന്നെയാണ്. അപ്പോൾ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ആ ഒരു എഞ്ചിൻ തന്നെയാണ്. ഒരു പാരലൽ ട്വിൻ ആയിട്ടുള്ള 750cc ആയിട്ടുള്ള എഞ്ചിനായിട്ടാണ് റോയൽ എൻഫീൽഡ് പുതിയ 750cc മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുന്നത് പറയുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പോഴുള്ള 650യേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളതും പവർഫുൾ ആയിട്ടുള്ളതും കുറച്ചും കൂടി റിലയബിലിറ്റി ആയിട്ടുള്ള ഒരു മോഡലാവാം. ഓക്കെ, ഇപ്പോഴുള്ള 650 അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എഞ്ചിനിലാണ് കൊണ്ടുവരുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി അതിൻ്റെ ആ ഒരു വണ്ടിയെ കുറിച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ക്ലിപ്പ് ഓൺ ആയിട്ടുള്ള ഹാൻഡിൽ ബാർ, നമുക്കൊരു കഫേ റേസർ സ്റ്റൈലിംഗ് ആയിട്ടുള്ള ഒരു കൗളിംഗ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു റിട്രോ കൗൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിന്റെ GTR 650 എന്ന് പറഞ്ഞിട്ടുള്ള റേസ് ബൈക്കിൽ ഓൾമോസ്റ്റ് ആ ഒരു കൗൾ തന്നെയാണ് നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി അതിൽ കൂടുതൽ നമുക്കൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ ഫ്രണ്ടില് ഡ്യുവൽ ഡിസ്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറച്ചും കൂടി കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിനായിരിക്കും. ബ്രേക്കിംഗ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഏറ്റവും. എനിക്ക് റോയൽ എൻഫീൽഡിന്റെ കാര്യം സംസാരിക്കുമ്പോഴേ, അവരുടെ വണ്ടി ഏത് വണ്ടിക്കും ഒരേ ഹെഡ്ലൈറ്റ്. അത് ശരി, അതൊക്കെ മെയിൻ ആയിട്ട് അവരുടെ മാർക്കറ്റിംഗ് അല്ല, സോറി, അവരുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള റോയൽ എൻഫീൽഡ് പ്രൊഡക്ഷൻ ലാഭിക്കുന്നു. ഓക്കെ, പക്ഷെ നമ്മളൊരു ബൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗൊറില്ല 450 കണ്ടാലും അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് 650 കണ്ടാലും അതിന്റെ ഫ്രണ്ട് കണ്ടത് ഏതാ ബൈക്ക് എന്നുള്ളൊരു തിരിച്ചറിയാൻ പറ്റാത്ത, ഹെഡ്ലൈറ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരു തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാറുണ്ട്. പിന്നെ വലിയേട്ടാ, ഇതിൽ ഞാൻ കണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ബേസിക്കലി ഈ ഫ്രണ്ട് കൗള് കൊടുത്തിട്ടില്ല. ഇപ്പൊ ഈ ഒരു GTR 650R കണ്ടിട്ടുള്ള ഫ്രണ്ട് കൗൾ എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോട്ടോർ സൈക്കിളിനെ ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ല. അതെന്തുകൊണ്ട് പറയുന്നതെന്ന് അറിയോ? വലിയ ഈ ഒരു കൗളിന്റെ ഡിസൈൻ, ഇപ്പോഴുള്ള ഈ സ്പൈ ഷോട്ട് ചെയ്തിരിക്കുന്ന കൗൾ ഡിസൈൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ നീ വരെ മുട്ടി നിൽക്കുന്ന പോലെയാണ് കൗൾ ഡിസൈൻ. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്, ആ ഒരു കൗൾ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു എഞ്ചിന്റെ ഡിസൈൻ അല്ലെങ്കിൽ എഞ്ചിന്റെ എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസ് കാണിക്കാതിരിക്കാൻ വേണ്ടിയാവാം. ഇതിനു മുൻപ് റോയൽ എൻഫീൽഡിന് കുറെ കാര്യങ്ങളൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസ് സ്പൈ ഷോട്ട് വഴി ആളുകൾ ആ ഒരു കാര്യങ്ങളൊക്കെ റെഫറൻസ് എടുത്ത് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ റോയൽ എൻഫീൽഡ് ഈ ചട്ടക്കൂടൊക്കെ വെച്ച് വണ്ടി ഓടിച്ചിരുന്നു. ഇപ്പൊ എല്ലാം കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഹിമാലയൻ 450, അങ്ങനെ പല മോഡൽസ് റോയൽ എൻഫീൽഡ് മാക്സിമം കവർ ചെയ്തുകൊണ്ട് ഓടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതുപോലെ ഒരു കവറിങ് പോലെ ചെയ്യുന്നതായിരിക്കാം മെയിൻ ആയിട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു എഞ്ചിൻ ആവാം. ചിലപ്പോൾ ഫെയറിംഗ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം പണ്ടിറങ്ങിയ പോലെ ഒരു ഇന്റർസെപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ഒരു 750, ഒരു കോർണൽ GT ബേസ് ചെയ്തിട്ടുള്ള തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയും ആവാൻ ചാൻസ് ഉണ്ട്. മാക്സിമം അവരുടെ ഉദ്ദേശം, ആ ഒരു ഫെയറിംഗിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം കവർ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ മനസ്സിലായിട്ടില്ല. പിന്നെ
പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി, ഡിസൈൻ എന്ന് പറയുന്ന ടെയിൽ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാക്കി ഏതൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോഡലിനെ ബേസ് ചെയ്തിട്ടാണ്. ചിലപ്പോൾ അവർ ചിലപ്പോൾ ഇവർ ഈ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പഴയ കമ്പോണൻസ് യൂസ് ചെയ്തിരിക്കുന്നതാവാം. മേ ബി ഫ്യൂച്ചറിലായിരിക്കും അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും വരിക. കാരണം ഇപ്പോൾ നമുക്ക് ആ ഒരു മോട്ടോർ സൈക്കിളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ടുള്ള കേബിൾസ് പോയിട്ടുണ്ട്. എക്സോസ്റ്റ്, എൻജിൻ, അങ്ങനെ എവിടെ നിന്നൊക്കെ ടെമ്പറേച്ചറിന് ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ഏതൊരു പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റാസ്, അങ്ങനെയുള്ള ഡാറ്റാസ് എടുക്കാനായിട്ടുള്ള കേബിൾസും ഡാറ്റാ ബോക്സും നമുക്ക് ആ ഒരു വണ്ടിയിൽ കാണാം. അപ്പോൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? മെയിനായിട്ട് എഞ്ചിൻ ആയിരിക്കും. കറക്റ്റ് അല്ലേ? മെയിനായിട്ട് എഞ്ചിൻ ആയിരിക്കും അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിനെ എനിക്ക് ഈ ഒരു ഇമേജ് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി പഴയ 650യുടെ പവറിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. പഴയ 650 എന്ന് പറയുന്നത് പാരലൽ ട്വിൻ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. പവർ എന്ന് പറയുന്നത് 47 bhp ആണ്. ടോർക്ക് എന്ന് പറയുന്നത് 52 Nm ഓഫ് ടോക്ക് ആണ്. എയർ കൂൾ ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇനി നിങ്ങളുടെ അടുത്താണ് എനിക്ക് ക്വസ്റ്റ്യൻ, വേറെ ഒന്നുമല്ല. 750 ആയിട്ടുള്ള ഒരു പുതിയൊരു എഞ്ചിൻ വരികയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? ഇനി ലിക്വിഡ് കൂഡ് ആക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോ? അതുകൂടി നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്തോളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഇനി വരാൻ തൊട്ടടുത്ത് ഏറ്റവും നെക്സ്റ്റ് ലോഞ്ച് എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ 5 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യാണ്. അതാണ് ഗോവൻ സ്റ്റൈൽ ആയിട്ടുള്ള 350cc. ഇവരുടെ കണ്ടായിരുന്നു വണ്ടി? ഞാൻ കണ്ടായിരുന്നു, ഇമേജ് കണ്ടായിരുന്നു. ബോബർ സ്റ്റൈൽ നമ്മൾ വൈഡർ ആയിട്ടുള്ള ഹാൻഡിൽ ബാർ. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു മോഡലാണ് ഇനി റോയൽ എൻഫീൽഡിന്റെ ഭാഗത്ത് നിന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് ലോഞ്ച് ചെയ്യുന്നു ഇത്രയും പെട്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറെ നാളായിട്ട് സ്പൈ ഷോട്ടിന്റെ വലിയ എനിക്ക് തവണ ഞാൻ അങ്ങനത്തെ ഒരു ബൈക്ക് നമ്മുടെ തണ്ടർബേർഡ് ഏകദേശം നമ്മുടെ പഴയ ഒരു ഹാൻഡിൽ ബാർ ഒക്കെ പോലെ, പക്ഷേ ഇത് വേറൊരു കാറ്റഗറിയാണ്. ഇത് കുറച്ചും കൂടി ഒരു ഫ്രീക്ക് കാറ്റഗറി എന്ന് പറയുന്ന ഒരു കാറ്റഗറി എന്ന് പറയാം. പ്രത്യേകിച്ച് മേ ബി ഇതിന്റെ ഗ്രാഫിക്സ്, ഇതിന്റെ കളേഴ്സ് ഒക്കെ ഒരു ഗോവൻ സ്റ്റൈൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. പ്രത്യേകിച്ച് ഇതിന് ഗോവൻ 350 ക്ലാസിക് എന്നാണ് അവർ പേരിട്ടതെന്നാണ്. അതെ, അത് തന്നെയാണ് ഗോവൻ 350 ക്ലാസിക് എന്നാണ് അവർ പേരിട്ടേക്കണേ. 27-ാം തീയതിയാണ് ഈ ഒരു 23-ാം തീയതിയാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുന്നത്. ഈ വരുന്ന 23 നവംബർ ഓക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ മോട്ടോവേഴ്സ് എന്ന് പറയുന്നത് വരെയാണ് അറിയാലോ, റൈഡർ മാനിയൊക്കെ ആയിരിക്കും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഷോക്കേസും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പിന്നെ അടുത്തൊരു കാര്യം, ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗോവൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു വിന്റേജ് കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ടയറില് വൈറ്റ് സ്ട്രിപ്പ് പഴയ നമ്മുടെ ക്ലാസിക്കൽ കാറിലും ക്ലാസിക്കൽ മോട്ടോർ സൈക്കിളിലെ അതുപോലെ തന്നെ കഫേ റേസർ ബേസ് ചെയ്തിട്ടുള്ള കസ്റ്റം മോട്ടോർ സൈക്കിളിലൊക്കെ കാണുന്ന ആ ഒരു വൈറ്റ് സ്ട്രിപ്പ് കൂടി നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു മേ ബി ഫാൻസി കളേഴ്സ് ആയിരിക്കാം. പിന്നെ ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് അറിയാലോ, വൈഡർ ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ്. ഇപ്പോഴും ചില ഫ്രണ്ട്സ് ഒക്കെ എൻ്റെ ഉള്ള ചില ഫ്രണ്ട്സ് ഒക്കെ ചില ബാംഗ്ലൂർ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ നടന്നിരുന്നു, കുറെ പേര് അങ്ങനെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഭയങ്കര ഫാൻസ് ഉള്ള, അത്ര ഹെവി ഫാൻസ് എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഒരു ഫാൻസ് പണ്ടത്തെ അപേക്ഷിച്ച് അങ്ങനത്തെ ഒരു വൈഡർ ഹാൻഡിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയതല്ലേ, പണ്ട് ഇപ്പൊ ഈ ഹാർലി ഡേവിഡ്സൺ പോലെയുള്ള മോട്ടോർ സൈക്കിളിനൊക്കെ ഇൻസ്പയർ ചോപ്പേഴ്സ്, അതുപോലെ അവഞ്ചിറോ ചോപ്പേഴ്സ് ഒക്കെ അറിയില്ലേ, അങ്ങനെയുള്ള ചോപ്പേഴ്സിനൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട് കുറെ പേരൊക്കെ അതുപോലെ ഹാൻഡിൽ ബാർ യൂസ് ചെയ്യുന്നു. പിന്നെ അതിൽ കുറെ വേറെ മറ്റ് പല കാര്യങ്ങളുണ്ട്. അത് ഞാൻ എന്തായാലും ഒരു വീഡിയോയിൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ കൾച്ചർ ഓഫ് മോട്ടോർ സൈക്കിളിൽ എന്തുകൊണ്ട് ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നു. അത് വലിയൊരു സബ്ജക്റ്റ് ആണ്. ഞങ്ങൾ ചർച്ച ചെറുതായിട്ട് ഞങ്ങളൊരു അതിൽ കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞ മാതിരി കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ചെയ്യല്ല എന്തായാലും ഇല്ല. പക്ഷെ നമുക്കത് എന്തായാലും അതിനെ കുറിച്ച് ആൾക്കാർക്ക് മനസ്സിലാവണമല്ലോ, നമ്മളത് ഉദ്ദേശിക്കുന്നുള്ളൂ. വ്യത്യാസം വന്നിരിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഇനി മൊത്തമായിട്ടുള്ള ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിയർ മഡ് ഗാർഡ് എന്ന് പറയുന്നത് ഏകദേശം ടയറിനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ഓഫ് മഡ് ഗാർഡ് ആണ്. പിന്നെ സിംഗിൾ പീസ്, അതെ അതുപോലെ തന്നെ പിന്നെ സിംഗിൾ ബെഞ്ച് ആയിട്ടുള്ള ഒരു സീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, റോയൽ എൻഫീൽഡിനെ കുറിച്ചിട്ട് ഞങ്ങൾ കുറേ അപ്ഡേറ്റ്സ് തരാനുണ്ട് നിങ്ങൾക്ക്. പ്രത്യേകിച്ച് ഇലക്ട്രിക് വെഹിക്കിൾ, ക്ലാസിക് 650, ബേസ് 650, അതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്യും. അത് ഞങ്ങൾ ഓൾറെഡി പ്ലാൻഡ് ആണ്. ഇപ്പോൾ ഞങ്ങൾ അതിനുകൊണ്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ആകെ കൊള്ളാം. സോറി അതുകൊണ്ടാണ് അത് ഞങ്ങൾ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ന്യൂസ് കഴിഞ്ഞു. 23-ാം തീയതിയാണ് ഗോവൻ 350 ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുന്നത്. മിക്കത് ഒരു മോട്ടോർ സൈക്കിൾ ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. കാരണം ഓൾറെഡി ക്ലാസിക് 650 ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ റൈഡർ മാനി അല്ലെങ്കിൽ മോട്ടോവേഴ്സ് എന്ന് പറയുന്ന ഇവന്റിന് ഒരു ബേസ് 650 ഓൾറെഡി ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഈ ഒരു മോട്ടോവേഴ്സിന് ചിലപ്പോൾ അവരുടെ EV C6 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡൽ അവർ ഷോക്കേസ് ചെയ്യും. ഞാൻ റൈഡർ മാനിക്ക് പോകുന്നില്ല, പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അവിടെ അത് കാണാൻ പറ്റും എന്നുള്ള കാര്യം കൺഫേം ആണ്. ഇനി അടുത്ത ന്യൂസ് നമുക്ക് ഇന്നലെ നൈറ്റ് കിട്ടിയ ന്യൂസാണ്. ഇന്നലെ നൈറ്റ് നമ്മളൊരു ടീസർ നമുക്ക് കിട്ടിയിരുന്നു.
TVS അപ്പാച്ചി RTRന്റെ. പക്ഷെ ഞങ്ങള് ഞാൻ ഏറ്റവും ആദ്യം ടീസർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്നത് പഴയ TVS അപ്പാച്ചി RTR 165 RP എന്ന് പറഞ്ഞിട്ടുള്ള ഞാനത് MMRT ഒരു ദിവസം ഓടിച്ചിട്ടുണ്ടായിരുന്നു ആ വണ്ടി. നമ്മുടെ ഒരു ഫ്രണ്ട് കൂടുന്നിട്ട് ഞാൻ ആ ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ട്രാക്കിലല്ല, പുറത്താണ് ഓടിച്ചത്. ഞാൻ ട്രാക്കിലുള്ളപ്പോഴായിരുന്നു ഫ്രണ്ട് ആ വണ്ടി ഓടുന്നത്. ഇപ്പൊ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നത് RP അല്ല, അവരുടെ 165 4V തന്നെയാണ്. 165 4V അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ. അതിൽ മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി അതെ അവരിൽ ഇഷ്ടംപോലെ എല്ലാവരും ടെലിസ്കോപ്പിക് കഴിഞ്ഞാൽ അതാണ് അപ്ഡേറ്റ്. സോ ആ അപ്ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, USD 4K വൺ ഓഫ് ദ ബെസ്റ്റ് സസ്പെൻഷൻ മോഡലാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ റോഡിൽ എത്രമാത്രം അതാണ് വലിയ പലർക്കും മനസ്സിലാവാത്ത. ഇന്ത്യൻ റോഡില് ഇപ്പൊ USD ഫോക്സ് എന്ന് പറയുന്നത് അത്രയും ആവശ്യകരമായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് മിക്സ്ഡ് ടൈപ്പ് ഓഫ് കാരണം നമുക്ക് ചിലപ്പോ നമ്മുടെ റോഡിന്റെ അവസ്ഥ, പിന്നെ നമുക്ക് പലതരത്തിലുള്ള പ്രെഡിക്റ്റബിൾ അല്ല. കേരളം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ തന്നെ എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ മെയിന്റനൻസും കൂടുതലാണ്, പ്രോപ്പറായിട്ട് നോക്കണം. ഭംഗിയുണ്ട്, ലുക്ക് ഉണ്ട്. ഇപ്പൊ മറ്റേ പറയാ വലിയ വലിയ സൂപ്പർ ബൈക്കുകളുടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കാണുന്ന ഒരു ഗോൾഡൻ, എല്ലാവരും കൊണ്ടുവരുന്ന ആദ്യത്തെ കളർ ഗോൾഡൻ ആയിരിക്കും. അതാണ് വലിയ ഇതാണ് പല കാര്യങ്ങളും നമ്മുടെ പർപ്പസിന് വേണ്ടിയിട്ട് എല്ലാ ബ്രാൻഡുകളും കൊടുക്കണം. അല്ല, ഞാൻ പറയുന്നത് ഇതിലെല്ലാവരും ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുന്ന കളർ ഗോൾഡൻ ആയിരിക്കും. അതാണ് ടോപ്പ് കളർ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലാക്കിലേക്ക് മാറും. പിന്നെ ഈ പറയുന്ന ഇതൊന്നുമില്ല. ഇതെനിക്ക് ഓർമ്മ വരും നമ്മുടെ CBR 250 ഇറങ്ങിയ സമയത്ത് അലോയ് വീൽ ഒരു ഭയങ്കര ഡിമാൻഡ് ഇറക്കിയ അലോയ് വീൽ ഏറ്റവും ആദ്യം സിൽവർ കളർ എന്തൊക്കെ പരസ്യത കൊടുക്കുന്നത്. സിൽവർ അലോയ് വീല് അത് ശരിക്കും പെയിന്റ് അല്ല എന്ന് എനിക്ക് മനസ്സിലായി. അത് പെയിന്റ് അല്ല, അത് വേറെ എന്തോ ഒരു പ്രീമിയം അവരത് വെച്ച് മാർക്കറ്റ് ചെയ്തു. പിറ്റത്തെ സീരീസ് ബ്ലാക്ക് ആയി. ഈ പറഞ്ഞ മാർക്കറ്റിംഗ് ഒന്നും വില മാറുന്നില്ല, സെയിം വിലയിൽ നിൽക്കും. അതാണ് അപ്പോഴാണ് അവർക്ക് മനസ്സിലാവണേ എന്ത് കളേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് എന്ന് പറയുന്നത് കുറച്ച് പ്രൗഡി ആയിട്ടുള്ള കാര്യമാണ്. 250R അധികം എന്താ പറയാ സെയിലും ആയില്ല. നല്ല വണ്ടിയാണ്. ഇപ്പോഴും നമുക്ക് ഡിമാൻഡ് നിൽക്കുന്ന ഒരു ബൈക്കുകളൊന്നാണ് ഈ പറയുന്ന അതന്നെയാണ് ഇപ്പോ കോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യം. ഇതേപോലെ തന്നെ അലോയ് വീലിൽ കളർ മാറ്റി പണ്ടൊരു വണ്ടി വന്നിട്ടുണ്ട്, നമ്മുടെ ZBZ 150. ബാക്കില് റെഡ് കളറും ഫ്രണ്ടില് ബ്ലാക്ക് മിക്സ്ഡ് കളർ ആയിട്ട്. പക്ഷെ അതൊന്നും നമ്മളോട് അങ്ങനെ അത്രയും അത് തോന്നിയില്ല. കാരണം അത് ആർക്കും ചെയ്യാവുന്ന ഒരു കളർ. പക്ഷെ ഇപ്പൊ കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാലോ, യൂസ്ഡ് ആയിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല പല കാര്യങ്ങളും വരുന്നത്. ആ ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇപ്പൊ അറിയാലോ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബെഞ്ച് മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ബെഞ്ച് മാർക്കിൽ നോക്കുമ്പോൾ ആ ഒരു മോഡലിന് USD ഫോക്സ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കൊടുക്കാം എന്നാണ് ബ്രാൻഡ് ശ്രദ്ധിക്കുക. 125cc ABS ആവശ്യമില്ല. പക്ഷെ നമ്മുടെ എക്സ്ട്രീം 125 സിംഗിൾ ചാനൽ ABS ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് എന്ന് പറയുന്നത് അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് മാത്രമേ പ്യുവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ്. യൂസ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് സ്പീഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് ചില ആണ്. പക്ഷെ പ്രോപ്പർ ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിളിന് ആവശ്യമുണ്ടോ, അതാണ് ക്വസ്റ്റ്യൻ. കാരണം നമ്മളിപ്പോ എന്നും ഇതേ റേഞ്ച് സ്പീഡിൽ പോകുന്ന ആൾക്കാരല്ല. നമുക്കൊരു നമ്മുടെ റോഡാണ് മെയിൻ എന്താ പറയാ പ്രശ്നമായി നിൽക്കുന്നത്. ഇപ്പോ ഇതിലിപ്പോ അവനധികം കംപ്ലൈന്റുകൾ ഉണ്ട്. ഞാനല്ല ഓഫ്കോഴ്സ് കംപ്ലൈന്റുകൾ USD ഫോക്കസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അല്ല ആൾക്കാരൊക്കെ ഇപ്പൊ അതിനെ യൂസ് ടു ആയി. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ആൾക്കാർ ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ പണ്ട് ഡിസ്ക് ബ്രേക്ക് പിടിച്ച പ്രശ്നം പേടി ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ എല്ലാ ചെറിയൊരു വണ്ടിയിൽ പോലും ഡിസ്ക് ബ്രേക്ക് ആയി. ഓക്കെ, അതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ കൊടുക്കുന്നത് ആവശ്യത്തിന് വേണ്ടി ആവണമെന്നില്ല. ഓക്കെ, ഇനി അതിൽ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എക്സോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബൾക്കിയർ ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അത്രയും ഒരു ഫാൻ അല്ല ബൾക്കിയർ ഓഫ് എക്സോസ്റ്റ്. പക്ഷെ അത് മറ്റേനേക്കാളും ഭംഗിയുണ്ട്. ഇതാണ് ഡിസൈനിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണേ. ഞാൻ നിങ്ങൾ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ആവണമെന്നില്ല മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും എനിക്ക് ഇഷ്ടപ്പെടുന്ന കളർ ആയിരിക്കണം എന്നില്ല മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഡിസൈനും ഇതൊക്കെ എപ്പോഴും മാറി നിൽക്കും. അത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള. ഫോർ എക്സാമ്പിൾ ഇപ്പോ FZ25 ഞാനിപ്പോ കറന്റ് യൂസ് ചെയ്യുന്ന ബൈക്ക്, അതിന്റെ ഹെഡ്ലൈറ്റ് ആർക്കും മാറിയപ്പോ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ചിലരും പറഞ്ഞു എന്ത് ഹെഡ്ലൈറ്റ് ഒരു ഭംഗിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ആ ഹെഡ്ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊരു ഏലിയൻ ഡിസൈനിലാണ് ആ ഹെഡ്ലൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുമ്പത്തെ ഹെഡ്ലൈറ്റ് നല്ലതാണ്, മോശം അതും നല്ലതായിരുന്നു. ഇതൊരു ഏലിയൻ ബേസ്ഡ് ഡിസൈൻ. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഡിസൈൻസ് പറയുന്നത്. അപ്പൊ ആർക്ക് വേണമെങ്കിലും പലതും ഇഷ്ടപ്പെടാം. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഏറ്റവും R7 വന്ന സമയത്ത് ഒരു ആൾക്ക് ആ വണ്ടി ഹെഡ്ലൈറ്റ് ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും എതിർത്തത് എന്ത് ഡിസൈൻ ആകുമ്പോൾ. പക്ഷെ അതേ ഡിസൈനാണ് R15 വന്നത്, V4 വന്നത്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതേ മെറ്റീരിയൽ തന്നെയാണ് MT09 Gen 3 വന്നപ്പോഴും MT07 Gen 3 വന്നപ്പോഴും ഉണ്ടായത്. MT07 Gen 3 ഉപയോഗിച്ച ഹെഡ്ലൈറ്റ് സെയിം ഹെഡ്ലൈറ്റ് ആണ്. അതേ ഹെഡ്ലൈറ്റ് തന്നെയാണ് MT07 Gen 3 ഉപയോഗിച്ചത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്
ആ ഹെഡ്ലൈറ്റ് പൊസിഷനിൽ ചേഞ്ചസ് വന്നു, ഹൈറ്റ് ഒന്ന് കുറച്ച് കേറി നിന്നൊന്ന് കുറച്ച് ഇറങ്ങി നിന്നു. അപ്പൊ ഇറങ്ങി നിന്ന ആൾക്കാർ കുറച്ചും കൂടി അത് അക്സെപ്റ്റബിൾ ആയി മാറി. അതൊക്കെ ഈ പറഞ്ഞ ഡിസൈനിന്റെ കാര്യം അത്ര ഡിസൈനിന്റെ കാര്യത്തില് ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക അത് എന്റെ ഒരു പ്രിഫറൻസ് ആയിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ. പക്ഷെ കോമൺ ആയിട്ടുള്ള കുറെ ഇഷ്ടങ്ങൾ ഉണ്ടാവും. ചില മോട്ടോർ സൈക്കിളിന് ചിലപ്പോ നമുക്ക് എല്ലാവർക്കും തോന്നുന്നു ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൂഡർ 150 ഓഫ് കോഴ്സ് അത് ആ സ്കെയിൽ ഒന്ന് പക്ഷെ ആ സ്കെയിലിംഗ് കറക്റ്റ് ആയിരുന്നെങ്കിൽ നല്ലൊരു മോട്ടോർ സൈക്കിൾ ആയിരുന്നു. ഈവൻ അത് തന്നെയാണ് RM5 ആദ്യം വന്നപ്പോൾ ഉണ്ടായത്. അപ്പൊ ആദ്യം ലോഞ്ച് ചെയ്ത സമയത്ത് അതിന്റെ ബാക്ക് ടയറിന്റെ സൈസ് കുറവായിരുന്നു. ഓട്ടോമാറ്റിക് ആൾക്കാർക്ക് എന്ത് പറ്റി, ഈ സൈസ് ഇത് നല്ലൊരു വണ്ടിയാണ്, അതിന്റെ അഡ്വാൻറ്റേജ് മനസ്സിലായില്ല, സ്ലീക്ക് അതിന്റെ അഡ്വാൻറ്റേജ് മനസ്സിലായിരുന്നില്ല. ഒന്ന് രണ്ടെന്ന് പറയുന്ന ആൾക്കാർ നോക്കുമ്പോ അത് ഒന്ന് അന്ന് അത്രയും കോസ്റ്റുള്ള ബൈക്ക്, ഫുൾ ഫയറിംഗ് ബൈക്ക്, പിന്നീട് അവര് പിന്നെ വന്നപ്പോൾ ടയർ സൈസ് മാറ്റി. അപ്പൊ ആൾക്കാർ ഒന്നും കൂടി ഇഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് കരിസ്മ സഡന്മാർ വന്നപ്പോൾ ഉണ്ടായത്. അതിന്റെ ടൈല് ഭയങ്കര വലുതാക്കി ഇട്ടു. പക്ഷെ അത് കുറവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിപ്പോ ഉണ്ടാവും ഡിസൈൻ. ഈ പറഞ്ഞ ബൾക്കിയർ ഈ സൈലൻസ് ഇഷ്ടപ്പെട്ട സൈലൻസ്, പക്ഷെ കുറച്ച് ബൾക്കി ആയതുകൊണ്ടുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇത്രയും ബൾക്കിനെസ് വേണ്ട, കുറച്ച് കുറയ്ക്കായിരുന്നു. പക്ഷെ പണ്ടത്തെ സൈലൻസറിനേക്കാളും ബെറ്റർ ആയി. ശരി, അപ്പോൾ അതാണ് ഡിസൈനിന്റെ കാര്യം. അത് ഞാൻ ഇനി എടുത്ത് പറയണില്ല. പക്ഷെ ഞങ്ങൾ എന്തായാലും ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, ഈ ഒരു പുതിയ അപ്പാച്ചി RTR 164V നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈനിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. കളേഴ്സ് പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കളേഴ്സ് വന്നിട്ടുണ്ട്. പ്രൈസിലാണെങ്കിലും ഇൻക്രീസ് ഉണ്ട്, സ്ലൈറ്റ്ലി ഇൻക്രീസ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് 1.32 lakh rupees ആണ് എക്സ്ഷോറൂം ഡൽഹി. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് TVS കുറിച്ച് പറയാനായിട്ടുള്ള. ഇനി അടുത്തതാണ് TVSന്റെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ. കാലങ്ങളായിട്ട് നമ്മൾ എല്ലാവരും ഒരു പക്ഷേ ചീപ്പസ്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള പക്ഷെ തരാത്ത ഒരു മോഡല്. പക്ഷെ ഞാൻ പറയുന്നത് അപ്പാച്ചെ കൊണ്ടുവരും. ഓഫ് കോഴ്സ് അവർക്ക് ഓൾറെഡി ശരിക്കും 160 ചെയ്യാം, 200 ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ 310 ചെയ്യാം. 310 ഓക്കെ, പക്ഷെ 310 ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, നമുക്ക് കിട്ടിയ ന്യൂസ് പറയാം. എന്തായാലും ഇപ്പോഴത്തെ ന്യൂസ് പ്രകാരം പുതിയൊരു TVS 300cc ആയിട്ടുള്ള ഒരു പുതിയൊരു മിൽ അല്ലെങ്കിൽ പുതിയൊരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്നതാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സ്പൈ ഷോട്ട് ചെയ്തു എന്ന് പറയുന്നു, പക്ഷെ അതിന്റെ ഇമേജസ് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു സ്കെച്ച് പോലുള്ള ഒരു ഇമേജ് ആണ്. ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുള്ള BMWന്റെ F450 GS എന്ന് പറയുന്നത് അതിന്റെ ബേസിൽ വരാനും ചാൻസ്. അത് ട്വിൻ സിലിണ്ടർ ആണ്, പക്ഷെ അതിൽ മാത്രമല്ല വരാൻ പോണോ ഇല്ലേട്ടാ, അതാണ് വ്യത്യാസം. ഇവരൊരു 300cc ആയിട്ടുള്ള ഒരു എഞ്ചിനിലും കൊണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ 310cc തന്നെ ആവാം. 310cc ഒരു അഡ്വഞ്ചർ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ 450cc ആയിട്ടുള്ള ഒരു എഞ്ചിനിലും കൊണ്ടുവരുന്നു പറയുന്നു. 450 എന്ന് പറയുമ്പോൾ ട്വിൻ സിലിണ്ടർ ആണ്. TVSന്റെ പാർട്ണർഷിപ്പിൽ തന്നെയാണ് BMW F450 GS എന്ന് പറഞ്ഞ ഈ ഒരു മോട്ടോർ സൈക്കിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രൈസിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ചുകൂടി ഹെവി ആവും, കാരണം ട്വിൻ സിലിണ്ടർ ആയതുകൊണ്ട്. പക്ഷേ TVSന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ പ്രൈസ് കുറയും. അതിപ്പോ നമുക്ക് നമ്മൾ മനസ്സിലാക്കിയാണല്ലോ, വന്ന സമയത്ത് BMW ഓൾറെഡി ഓഫ് കോഴ്സ് കൂടുതലായിരുന്നു. ഇവിടെ പക്ഷേ അത് BMW വൺ ഓഫ് ദ ബ്രേക്കിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ആരും എല്ലാവരും വിചാരിച്ചത് ആ ബൈക്ക് അത്രമാത്രം വിറ്റ് സെയില് കൂടി. ഇനി എനിക്കുള്ള ഒരു അസംഷൻ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. ആ ഒരു അസംഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഏറ്റവും ആദ്യം BMW ആണ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നത്. അഡ്വഞ്ചറും നെയ്ക്കഡും ആണ് അവിടെ G310 GS-ഉം പിന്നെ G310 R-ഉം. ഇവിടെ TVS കൊണ്ടുവന്നത് RR 310. ഓക്കെ, ഒരു സൂപ്പർ സ്പോർട്ട് BMW ഭാഗത്ത് ഒരു നെയ്ക്കഡും അഡ്വഞ്ചർ ആണ്. പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നുകയാണ് എൻ്റെ മനസ്സിൽ, ചിലപ്പോൾ ഇനി BMW ഇപ്പോൾ ഷോക്കേസ് ചെയ്തിട്ടുള്ള F450 GS എന്ന് പറയുന്നതിൽ ഏറ്റവും ആദ്യം അഡ്വഞ്ചർ കൊണ്ടുവരുന്നത് TVS ആയിരിക്കാം. ഞാൻ പറഞ്ഞുതരാം. കാരണം ആ ഒരു സമയത്ത് BMW സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഇല്ലാത്തത് കൊണ്ട് അവരുടെ ബിസിനസ്സിനെ നല്ല പോലെ ബാധിച്ചിരുന്നു. അവർക്ക് മാത്രമല്ല, എല്ലാ മാനുഫാക്ചറിനും. ഇപ്പോൾ നിങ്ങൾ ട്രയംഫ് നോക്കുകയാണ്, ഹാർലി ഡേവിഡ്സൺ നോക്കുകയാണ്, ഏതാണെന്നുണ്ടെങ്കിലും സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിൽ ഫോക്കസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് BMW ഒരു ടോപ്പ് ആയിട്ടുള്ള കാറ്റഗറി തന്നെ കൊടുത്തു. അതാണ് ഒരു നേക്കഡ് കാറ്റഗറിയും അതുപോലെ തന്നെ ഒരു അഡ്വഞ്ചർ കാറ്റഗറി. ഇനി ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BMW ഇപ്പോ 3 ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിൾ ആയി. അവിടെ RR 310 അവർ ഇറക്കി. പക്ഷെ TVSന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈക്ക് മിസ്സിംഗ് ഉണ്ട്. അവർക്ക് RTR 310 RR 310 മാത്രമേ ഉള്ളൂ. അഡ്വഞ്ചറിന്റെ ഒരു സ്പേസ് വലിയൊരു സ്പേസ് എടുക്കുന്നുണ്ട്. അതും അത്രയും ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനി. റേസിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിലും റാലി ആണെങ്കിൽ ഉള്ള കമ്പനി, ഡക്കാർ ഓടിക്കുന്ന ഒരു കമ്പനി. ഡക്കാറിൽ അവരല്ല, ഷെർക്കോന്റെ പാർട്ണർഷിപ്പ് ഉണ്ട്. പക്ഷെ TVS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിംഗ് ഉണ്ട്. ഓക്കെ, എന്തായാലും അവർക്കായിരിക്കുമോ ചിലപ്പോൾ ഏറ്റവും ആദ്യത്തെ F450 ബേസ് ചാൻസ് കാണുന്നുണ്ട്. കാരണം ഓൾറെഡി അവരുടെ കയ്യിൽ ഇപ്പൊ ഇവൻ 450 ആണെങ്കിൽ 300cc എഞ്ചിൻ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. ഇപ്പോ
അപ്പാച്ച 310 ഓൾറെഡി അവരുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അവർക്ക് അതിലൊരു ഉത്തീതമായില്ലേ, ജസ്റ്റ് ട്യൂണിംഗ് ഒരു ചേസും. അല്ല ശരിക്കും അത് ചെയ്താൽ മതി. അതിനായിരിക്കും ചിലപ്പോൾ ഞാൻ വിചാരിച്ച 300 വരാം ചാൻസ് ഇല്ലേ. എന്തുകൊണ്ട് ടി വി എസ് ഇത്രയും ടൈം ഹോൾഡ് ചെയ്യുന്നുള്ളതാണ് ഹോൾഡ് ചെയ്തു എന്നുള്ളതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അവർക്ക് ഇതിനേക്കാൾ ലാഭം ചിലപ്പോൾ BMW വേണ്ടിയിട്ട് മോട്ടോർ സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. കാരണം C04 എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് വണ്ടിയും C04 ഇന്ത്യയിലാണെന്ന് എനിക്കറിയില്ല. C02 മറന്നുപോയതാണ് ഞാൻ. C04 ഇന്ത്യയിലാണെന്ന് കൺഫേം അല്ല എനിക്ക്. പക്ഷേ C02 എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് വണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൽ ചിലപ്പോൾ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ലാഭം ഉണ്ടെങ്കിലോ? നമ്മൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കണ്ടേ. നമുക്ക് തന്നിട്ട് മാത്രം അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നില്ല. പക്ഷെ അവർക്ക് ഇതിൽ ഈസി ആയിട്ട് പ്രോഫിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ വെച്ചാല് ഓൾറെഡി ഹിമാലയൻ ഉള്ള ഒരു കാറ്റഗറി, ഹിമാലയൻ ഉണ്ട്, BMW ഉണ്ട്, ഈ പറഞ്ഞ അഡ്വഞ്ചർ കാറ്റഗറി ഇപ്പൊ ബൈക്ക് എക്സ്പൾസ്, ഓഫ് കോഴ്സ് എക്സ്പൾസ് വരുന്നുണ്ട്, KTM ഉണ്ട്. ഈ 4 ബൈക്കിനേക്കാളും ഇതിലിപ്പോ എക്സ്പൾസിനെ മാറ്റി നിർത്താം. കാരണം അത് 210cc ആണ് വരുന്നത്, അത് മാറ്റി നിർത്താം. ബാക്കി 3 സീസും 300 above cc ആണ്. ഇതിൽ അപ്പാച്ചി ബൈക്ക് കൊടുത്താൽ ഡെഫിനറ്റ്ലി ഇതിനേക്കാളും വില കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അതിനേക്കാൾ ലാഭമായിട്ടുള്ള അപ്പുറത്ത് ഒരു കാര്യം ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം ഈ BMW GS 310 അതിനേക്കാളും ഫീച്ചേഴ്സിലാണ് അപ്പാച്ചി 310 വന്നത്. അതെ 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 ഫീച്ചേഴ്സിൽ വന്നേ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. കൂളിംഗ് സീറ്റ്, അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, അപ്പൊ അവർക്കത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത്രയും TVS കൊടുക്കാൻ പറ്റും. പക്ഷെ BMW നമുക്കറിയാലോ, BMW അവസ്ഥ സർവീസിൽ തന്നെയാണ്. പക്ഷെ ആ സർവീസ് ആണ് BMW പിടിച്ചിരുത്തണം. അതെ, അതും മെയിൻ പോയിന്റ്. കാരണം TVS വീക്ക് പോയിന്റ് ആണ് സർവീസ് എങ്കിൽ BMW ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ് അവരുടെ സർവീസ്. എക്സ്പെൻസീവ് ആയിരിക്കും. അതിപ്പോ നമ്മളിപ്പോ ടയോട്ടയുടെ കാർ എടുത്താലോ മറ്റേ സുസുക്കിയുടെ കാറും അങ്ങോട്ട് ഇടും, അവര് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ സർവീസ് കോസ്റ്റ് കൂടും, സർവീസ് കോസ്റ്റ് കുറയും. അതിപ്പോ നമ്മൾ കാര്യമില്ല. കാരണം അത് എന്താ പറയാ, ആ ബ്രാൻഡ് വാല്യൂ ആണ്. പക്ഷെ ഞാൻ ഒരിക്കലും ബ്രാൻഡ് വാല്യൂ മാത്രം അങ്ങനെ ഉള്ള ഒരാളല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോവാം. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് KTMന്റെ ഏറ്റവും പുതിയ 399cc ആയിട്ടുള്ള എൻഡ്യൂറോ ആറും അതുപോലെ തന്നെ അഡ്വഞ്ചർ 390യും വരുന്നുണ്ട്. അഡ്വഞ്ചർ 390 ആണെന്ന് തോന്നുന്നു. പ്യുവർ ഓഫ് റോഡ് ബേസ് ചെയ്തിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് വരുന്നുണ്ടെന്ന് പറയുന്നു. വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് അല്ല, ഏകദേശം നമുക്കത് ലോഞ്ച് ചെയ്യുന്ന ടൈമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ലോഞ്ച് ചെയ്യാൻ പോകുന്നത് IBW ആയിരിക്കും. ഒരു ഷോ കേസിംഗ് ആയിരിക്കും മേ ബി ലോഞ്ച്. 2019 അവര് ലോഞ്ച് ചെയ്തത് KTM 390 അഡ്വഞ്ചർ ലോഞ്ച് ചെയ്തു IBW ആണ്. സോ ദേർ ഈസ് എ ചാൻസ് ഫോർ ദാറ്റ്. പിന്നെ മാത്രമല്ല IBWയുടെ ഈ പറഞ്ഞ അഡ്വഞ്ചർ 390 എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ പറയുന്നത് അവിടെ ആ ഒരു മീറ്റർ പൊസിഷൻ ഇരിക്കുന്നത് കുറച്ചും ഹൈ ആയിട്ട്, കാരണം വിഷൻ കുറച്ചും കൂടി എനിക്ക് പ്രോപ്പർ ആയിട്ട് തോന്നി. മറ്റേനെ അപേക്ഷിച്ചിട്ട് കുറച്ചും പ്രോപ്പർ വിഷൻ. ഓഫ്കോഴ്സ് അവര് ടവർ പോലെ അവർക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സ്പേസ് ഉണ്ട്, പക്ഷെ സ്പേസ് അത്ര എന്താ പറയാ ഒരു മോശമായിട്ട് തോന്നിയില്ല. പക്ഷെ അത് കറക്റ്റ് ഒരു എന്താ പറയാ മീറ്റർ കൺസോൾ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. എനിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ വിൻ സ്ക്രീനോട് മാത്രം എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല. അതൊരു വന്നിട്ട് കട്ട്, പിന്നെ ഒരു തൊള, അതൊരു നമുക്ക് എയറോഡൈനാമിക്കിന് വേണ്ടിയിട്ടാണ്. പക്ഷെ വിൻ ബ്ലാസ്റ്റിംഗ് കുറയ്ക്കാം ഓഫ് കോഴ്സ്. അതൊരു കുറച്ചും കൂടി ഒരു സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യാമായിരുന്ന ഒരു ഇപ്പൊ 1390യുടെ ഹെഡ്ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്റെ മുന്നേ ചെയ്യുന്ന കാഴ്ച ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടമായില്ല. കാരണം ബൈക്കിനേക്കാൾ വലിയൊരു 800 ഗ്രാമാണ് ഏകദേശം ഒരു വെയിറ്റ് കുറച്ചേക്കണ ഒരു ഹെഡ്ലൈറ്റില്. സൂപ്പർ ഡ്യൂക്ക് അല്ല പറയണേ, 800 ഗ്രാമാണ് വെയിറ്റ് കുറയ്ക്കാന്നുള്ള ഉദ്ദേശമാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ഭയങ്കര ബൾക്കി ആയിട്ട് GT ഹെഡ്ലൈറ്റ് കൊണ്ടുപോയി 3090 സൂപ്പർ ഡ്യൂക്ക് GT ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും. പക്ഷെ എനിക്ക് ആ സമയം ഇതേ ഒരു പ്രശ്നം തന്നെയാണ് ഹസ്കവറിന് അടുത്ത് തോന്നിയുള്ളത്. അവരുടെ ഹെഡ്ലൈറ്റ് ബൈക്ക് റേഷ്യോക്കാൾ വലുതാണ് ഹെഡ്ലൈറ്റ്. ഒരു യൂണിക് ഡിസൈൻ ആണ്. നമുക്ക് എവിടെ പോയാലും ആ ഒരു ബൈക്ക്, ഇപ്പോ ഹസ്കവറിന്റെ ബൈക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും യൂണിക് ഡിസൈൻ. പക്ഷെ ആ ഒരു വട്ടം അതേ അതേപോലത്തെ ഒരു ഡിസൈൻ മിസ്റ്റേക്ക് തന്നെയാണ് യമഹ XSR 900 കാണിച്ചിട്ടുള്ളത്. അത് വട്ടം കുറഞ്ഞു പോയി. അത്രയും നല്ലൊരു വണ്ടി. പിന്നെ പക്ഷെ യമഹയുടെ ഒരു കാര്യം യമഹ എപ്പോഴും പരീക്ഷണങ്ങളാണ്. അപ്പോഴും അവര് ഡിസൈൻ പോയാൽ ഓക്കെ, നെക്സ്റ്റ് ഇയർ മറ്റേ പഴയ ഡിസൈൻ വന്നിട്ട് പുതിയ ഡിസൈൻ വന്നപ്പോ പക്ഷെ അതൊരു ക്ലാസിക്കായി റെട്രോ ക്ലാസ്സിലേക്ക് ഡിസൈൻ അവർ കൺവേർട്ട് ചെയ്തു. പക്ഷെ അവര് ഇപ്രാവശ്യം പക്ഷെ എന്നെ അതിശയിച്ചാണ് യമഹയുടെ കേസ്. ഡിസൈൻ്റെ കേസ് പറഞ്ഞാൽ അതിശയിച്ച് വന്നൊരു ഡിസൈനാണ് പുതിയ MT-09 MT-07. വണ്ടി എന്ന് പറയുന്നത് ആ ഹെഡ്ലൈറ്റിന്റെ സൈസ് സ്ക്വയറിൽ അവർ ഒതുക്കിയവര്. അപ്പൊ എല്ലാവരും വിചാരിച്ചിരുന്നത് R9 വരുമ്പോ എല്ലാവരും ആ ഒരു ഹെഡ്ലൈറ്റ് പ്രതീക്ഷിച്ചിട്ടാണ് ചെറിയൊരു സ്ക്വയറിലെ ഹെഡ്ലൈറ്റ് വരാന്നിട്ട്
ഏതൊരു ടീം നെറ്റിൽ ഡിസൈൻ ഒക്കെ വിട്ടുണ്ടായിരുന്നു ഇതാണ്, പക്ഷെ ഡിസൈൻ ഭംഗിയാണ് കാണാനുണ്ട്. ഇപ്പൊ ഈവൻ എക്സ്ട്രാ 900 അവർ ഹെഡ്ലൈറ്റ് വെച്ചിട്ടാണ് അവരുടെ GT വേർഷൻ ഇറക്കിയത്. എൻജിൻ ഓഫ് കോഴ്സ് നല്ല എഞ്ചിനാണ്. അതാണ് ആ M29 ആൾക്കാർ പിടിച്ച് ഇഷ്ടപ്പെടാനുള്ള കാരണം. ആ എഞ്ചിൻ ഈസ് സൂപ്പർ. പക്ഷെ നമുക്ക് ഡിസൈൻ നിർത്താം, നമ്മൾ ഡിസൈൻ സംസാരിക്കും. നമ്മളിനി പറഞ്ഞ ന്യൂസ് എന്ന് പറയുന്നത് KTMന്റെ എൻഡ്യൂറോ 6ഉം അഡ്വഞ്ചർ 6ഉം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്യാൻ പോകുന്നത് IBW ആയിരിക്കും. അത് കഴിഞ്ഞ് 2025 ആദ്യത്തിൽ തന്നെ മിക്കതും ലോഞ്ച് ആവും. ഓക്കെ, പ്രൈസിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. പ്രൈസിന്റെ കാര്യം അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ഒരു ന്യൂസ് നോക്കാം. അതാണ് ബ്രിക്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ മോട്ടോർ സൈക്കിൾ കമ്പനി ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ബ്രിക്സ്റ്റൺ എന്ന് പറയുന്നത് ഒരു ഓസ്ട്രിയൻ ബ്രാൻഡാണ്. അത് ഓസ്ട്രിയൻ ബ്രാൻഡ് ആണെങ്കിലും അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ വരുന്നത് ചൈനയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ വന്നിരിക്കുന്നത് CKD ആയിട്ടുള്ള യൂണിറ്റ് ആണ്, കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ടാണ്. ഏകദേശം 4 പുതിയ മോട്ടോർ സൈക്കിൾ വന്നിട്ടുണ്ട്. ക്രോസ്വെൽ 1200, പിന്നെ ക്രോസ്വെൽ 1200X, പിന്നെ ക്രോസ് ഫയർ 500X, പിന്നെ ക്രോസ് ഫയർ 500XC എന്ന് പറഞ്ഞിട്ടുള്ള 4 മോട്ടോർ സൈക്കിൾസ് ആണ്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4.79 lakh തൊട്ടിട്ട് 9.10 lakh ആണ്. ഡിസൈനെ കുറിച്ച് പറയാം, സ്ക്രാംബ്ലർ ബേസ് ചെയ്തിട്ടുള്ളതും റിട്രോ സ്റ്റൈലിംഗ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. പക്ഷേ എക്സൈറ്റ്മെന്റ് ലെവലിൽ ഒന്നുമില്ല. കാരണം എന്താ, ഒത്തിരി കമ്പനികൾ വന്നതുപോലെ പോയിട്ടുണ്ട്. നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ CCW, ഹൊയസാങ് എനിക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയുടെ വണ്ടിയായിരുന്നു. MV Agusta, ഇനിയുണ്ട് UM. കുറെ കമ്പനികൾ ഇങ്ങനെ വന്ന് പോകുന്നത് കൊണ്ട് എക്സൈറ്റ്മെന്റ് ഇല്ല. അതാണ് എനിക്ക് ഈ ഒരു ഞാനിപ്പോൾ സ്പെക്ക് പോലും ഞാൻ നമ്മുടെ വീഡിയോയിൽ മാക്സിമം സ്പെക്ക് പറയുന്നത് ഒഴിവാക്കുക. കാരണം സ്പെക്കൊക്കെ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അതിലെന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാനത് പറയുള്ളൂ വിചാരിച്ചിട്ടുണ്ട്. കമ്പനിയുടെ വണ്ടികൾ കണ്ടിട്ടുള്ള എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് തോന്നിയില്ല. എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ല. കാരണം നമ്മൾ അതുപോലെ തന്നെ ഇപ്പൊ കീവയുടെയും ബെനലിയുടെയും മോട്ടോമോറിനെയും കണ്ടമാനം വണ്ടികൾ നമ്മൾ ആ ഒരു സെയിം കാണുമ്പോൾ ആ ഒരു ചൈനീസ് ഡിസൈൻ, ചൈനീസ് ക്വാളിറ്റി ഞാൻ എപ്പോഴും ജഡ്ജ് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയുണ്ട് ഇന്ത്യയിൽ, വരാൻ പറ്റണേ. CFന്റെ MT450 അഡ്വഞ്ചർ. അത് ഏകദേശം റോയൽ എൻഫീൽഡിനായിട്ടും KTMനൊക്കെ ആയിട്ട് കോമ്പറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള വണ്ടി. പ്രൈസും ഇപ്പൊ ഇന്ത്യയിലും ഓൾറെഡി CF മോട്ടോ ഉണ്ടല്ലോ. പക്ഷെ അവർ ഈ പറഞ്ഞ മാതിരി സെയിൽ വിചാരിച്ച മാതിരി പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും അവരുടെ പോകുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും ബ്രിക്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ കമ്പനി വന്നിട്ടുണ്ട്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ KW വെലോസി മോട്ടോർ സൈക്കിൾസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇന്ത്യയിലേക്ക് ഈ ഒരു വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. കോലാപ്പൂരാണ് ഈ ഒരു വണ്ടി ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ചൈനീസ് എന്തൊക്കെയുണ്ട്, ചൈനീസ് റെസംബിളൻസ് CKD ഉണ്ടായതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ചൈനീസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചൈനീസ് റെസംബിളൻസ് ആയിട്ടുള്ള QJ, കീവേ, പിന്നെ മോട്ടോമോറിനി, ബെനലി, അതിന്റെ ഒക്കെ ഒരു റെപ്ലിക്കാന്നല്ല, പക്ഷേ ഇറ്റാലിയൻ തന്നെ വല്ലട്ടാ. എല്ലാം ഇങ്ങനെ തന്നെ. ഇറ്റാലിയൻ എന്ന് പറഞ്ഞൊരു പേര് മാത്രം ഉണ്ടായിരിക്കും. ബെനലി എന്താ ഇറ്റാലിയൻ, എല്ലാം അങ്ങനെ തന്നെ. എല്ലാം നടക്കുന്നത് ഓൾമോസ്റ്റ് ഈ രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ തന്നെ ഈ പറയുന്ന KW വെലോസി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമ്പനി ഒരു മോഡലോട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് മോഡലാണ് വെലോസി ടെന്നീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു EV സ്കൂട്ടറാണ്. ഇറ്റാലിയൻ കമ്പനിയാണ്. ഇനിയൊരു VLF ടെന്നീസ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും കുറച്ച് കണക്ഷൻ ഉള്ള കമ്പനിയാണ്. കണക്ഷൻ മീൻസ് നമുക്ക് അറിയാവുന്ന കമ്പനിയാണ്. ഇറ്റാലിയ ജെറ്റ് അറിയില്ലേ ഒരു ചേട്ടനെ? ഇറ്റാലിയ സ്കൂട്ടർ. ആ ഒരു സ്കൂട്ടർ ഫൗണ്ടർ, ആ സ്കൂട്ടറിന്റെ ഫൗണ്ടറിന്റെ മകന്റെ കമ്പനിയാണ് ഈ ഒരു VLF എന്ന് പറയുന്നത്. അവർ പുതിയ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇറ്റാലിയ ജെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂട്ടർ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കരമായിട്ടുള്ള ഒരു എക്സോട്ടിക് ആയിട്ടുള്ള ഒടുക്കത്തെ വിലയുള്ള ഒരു ഇറ്റാലിയൻ മാനുഫാക്ചർ ബേസ് ചെയ്തിട്ടുള്ള സ്കൂട്ടർ. അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. പെർഫോമൻസ് അതുപോലെ. സസ്പെൻഷൻ ഒക്കെ ആണെങ്കിലും ഹെവി സസ്പെൻഷൻ ആണ്, ഓരിയൻസൻ സസ്പെൻഷൻ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ബ്രംബോന്റെ ബ്രേക്ക്, അവൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് കൂടിയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ സ്കൂട്ടറാണ്. നമ്മുടെ എൻടോർക്ക് കണ്ടിട്ടില്ലേ? എൻടോർക്ക് ഒന്ന് പൊളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതേപോലത്തെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എൻടോർക്ക് കാണുമ്പോ പെട്ടെന്ന് എനിക്ക് ആ മറ്റേ പോകാറുണ്ട്. എന്തായാലും VLF ടെന്നീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത് ഒരു റിട്രോ സ്കൂട്ടറാണ്. ഓക്കെ, നമുക്കത് മതി. ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കാര്യം പറയുന്നില്ല. സ്പെക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ പല വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്, അത് നോക്കായിരിക്കും ബെറ്റർ. ഓക്കെ, ഇനി ഇന്നത്തെ ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് BSA ഗോൾഡ് സ്റ്റാർ 650യുടെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രാംബ്ലർ വന്നിട്ടുണ്ട്. ഓൾറെഡി ലാസ്റ്റ് ഒരു എക്സ്പോന് അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ അടുത്ത് ഷോക്കേസ് ചെയ്തിരിക്കുന്നത് ബെർമിംഗ്ഹാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടോർ ഷോ ഉണ്ട്. ബെർമിംഗ്ഹാം ഓട്ടോ ഷോ ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് ഉണ്ട്. അതിനാണ് അവർ ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ ഈ ഒരു സ്ക്രാംബ്ലർ എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡ് സ്റ്റാർ 650 ബേസ് ചെയ്തിട്ടുള്ള ഒരു അതിന്റെ പേര് BS65 എന്ന് പറഞ്ഞാണ്, B65 എന്നാണ് ഈ ഒരു സ്ക്രാംബ്ലറിന്റെ പേര്. ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോസ്മെറ്റിക് ചേഞ്ച് ആണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ഫെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഹയർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഫെൻഡർ, പിന്നെ വൈഡർ ആയിട്ടുള്ള ഹാൻഡിൽ ബാർ, പിന്നെ ഷോർട്ടൻ ആയിട്ടുള്ള ഒരു ടെയിൽ സെക്ഷൻ, ഡ്യുവൽ ടോൺ കളേഴ്സ് വന്നിട്ടുണ്ട്. ഒരു യെല്ലോയിലും ഒരു ഗ്രേയിലും വൈറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഡ്യുവൽ ടോൺ കളേഴ്സ്. പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു കോസ്മെറ്റിക് ചേഞ്ച് അല്ലാതെ തന്നെ വീൽ സൈസിൽ ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല സ്ക്രാംബ്ലർ ആണ്, അതുകൊണ്ട് തന്നെ ഫ്രണ്ട് സൈസ് എന്ന് പറയുന്നത്, ഫ്രണ്ട് വീൽ സൈസ് എന്ന് പറയുന്നത് 19 ഇഞ്ചും റിയർ വീൽ സൈസ് എന്ന് പറയുന്നത് 17 ഇഞ്ചും ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 40 mm സീറ്റ് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ലല്ലോട്ടാ, ഓൾറെഡി 70 ചില്ലറ ഉണ്ടായിരുന്നു. ഓൾറെഡി സീറ്റ് ഹൈറ്റ് കുറവാണ്. സ്ക്രാംബ്ലറിന് സീറ്റ് ഹൈറ്റ് വേണമല്ലോ, അപ്പൊ 120 mm സീറ്റ് ഹൈറ്റ് ആയിട്ടുള്ളൂ. അത് വലിയൊരു സീറ്റ് ഹൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനോടൊപ്പം തന്നെ മേ ബി ഗ്രൗണ്ട് ക്ലിയറൻസ് ഇൻക്രീസ് ആവാനായിട്ടുള്ള ചാൻസ്. ഓൾറെഡി അറിയാലോ, ഗോൾഡ് സ്റ്റാർ 650യുടെ ഏറ്റവും ഒരു നെഗറ്റീവ് പോയിന്റ് ആണ് 150 mm ആയിട്ടുള്ള ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്. എനിക്ക് നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റൂട്ടിൽ വെച്ച് നോക്കുമ്പോൾ അതൊരു നെഗറ്റീവ് ആണ്. അതെ, പക്ഷെ ഒരു അതൊരു എന്താ പറയാ, ഒരു ക്രൂയിസർ ബൈക്ക് ആയതുകൊണ്ട് ഓക്കെയാണ്. പക്ഷെ നമ്മൾക്കറിയാലോ, നമ്മളെപ്പോഴും നമ്മുടെ ഇവിടുത്തെ ഹമ്പിന്റെ വലിപ്പവും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് ഇവിടെ ചിലപ്പോൾ ഇന്ത്യയിൽ ചിലപ്പോൾ ഈ മോഡൽ ചിലപ്പോൾ ഒന്നും കൂടി സക്സസ് ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അടുത്ത വർഷം ഇന്ത്യയിലും ഈ ഒരു മോഡൽ വരാം എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ മൊത്തമായിട്ടുള്ള ന്യൂസുകൾ നമുക്കിപ്പോൾ പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു BSA ഗോൾഡ് സ്റ്റാർ 650ൻ്റെ ഒരു ഞാൻ പറഞ്ഞു ഏറ്റവും ആദ്യമായിട്ട് ടെസ്റ്റ് റൈഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ചെയ്തിരുന്നു. പക്ഷെ അത് അന്ന് വണ്ടി ഓടിക്കാനായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ ഇനി ഓടിച്ചിട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്, ഓടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ വേറെ ഞാനിഞ്ഞൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇത്ര പറയാനായിട്ടുള്ളൂ. വലിയ എന്തെങ്കിലും പറയണ്ട? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാ.